Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. വെല്ലൂർ മെഡിക്കൽ കോളേജിലെ 2024 മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. +1, +2 സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ച് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ മെഡിക്കൽ സെക്ടറിലെ വിവിധ പ്രോഗ്രാമുകൾ ടാർഗറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിവിധ കോഴ്സുകളെക്കുറിച്ചും കരിയർ ഓപ്ഷൻസിനെക്കുറിച്ചും ക്യാമ്പസുകളെക്കുറിച്ചുമുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ലഭിക്കാൻ ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് 2024 മാർച്ച് 21 മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട തമിഴ്നാട്ടിലെ ക്രിസ്ത്യൻ വെല്ലൂർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു എന്ന ന്യൂസിനെ കുറിച്ചാണ്. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ വിവിധ പ്രോഗ്രാമുകളുണ്ട്. ഏറ്റവും പ്രാധാന്യമുള്ള കോഴ്സുകൾ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഗ്രൂപ്പ് എ കോഴ്സസ് ആൻഡ് ഗ്രൂപ്പ് ബി കോഴ്സസ്. ഗ്രൂപ്പ് എ സെക്ഷനിൽ വരുന്ന ഏറ്റവും പ്രാധാന്യമുള്ള കോഴ്സായ MBBS, അതുപോലെ ആ സെക്ടറിൽ തന്നെ വരുന്ന വിവിധ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇതിനോടൊപ്പം ഈ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ ഈ മാർച്ച് 21 മുമ്പായി നാം ആപ്ലിക്കേഷൻ വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ വെബ്സൈറ്റായ admissions.cmcvellur.ac.in എന്ന വെബ്സൈറ്റിലൂടെ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇതൊരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് തന്നെയാണ്. പക്ഷേ ഈ വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൽ ഒരു MBBS പഠിക്കണമെങ്കിൽ ടോട്ടൽ ഫീസ് വരുന്നത് 58,000 റുപ്പീസ് മാത്രമാണ് പെർ ഇയർ. ഇതിനോടൊപ്പം ഈ ക്യാമ്പസിൽ വരുന്ന വിവിധ പ്രോഗ്രാമുകൾ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാനും മാർച്ച് 21 മുമ്പായി നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇനി ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻസ് നമുക്ക് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് MGR യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ക്യാമ്പസാണ്. വിശദമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ tnmgrmu.ac.in എന്ന വെബ്സൈറ്റിലൂടെ MGR യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലൂടെ വിശദമായ നോട്ടിഫിക്കേഷൻസ് മനസ്സിലാക്കാം. അപ്പോൾ ഈ 2 വെബ്സൈറ്റിലൂടെയും വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ വെബ്സൈറ്റിലൂടെയും MGR യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലൂടെയും സർക്കാർ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ MBBS പോലുള്ളൊരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നാം എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നീറ്റ് എക്സാമിനേഷൻ തന്നെയാണ്. നീറ്റ് എക്സാമിനേഷൻ എഴുതി അതിൻ്റെ റാങ്ക് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ CMC വെല്ലൂരിൻ്റെ സൈറ്റിൽ നാം നമ്മുടെ സ്കോർ അപ്ലോഡ് ചെയ്യണം. മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് CMC വെല്ലൂരിൻ്റെ ക്യാമ്പസിൽ ഒരു MBBS കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നത്. ഇനി അവിടെ വരുന്ന MBBS കോഴ്സ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഡിഫറെൻറ്റ് കോഴ്സുകൾ ബാച്ചിലർ കോഴ്സസ് ആണ്. BSc നഴ്സിംഗ്, BOT, BPT, മെഡിക്കൽ ലാബ് ടെക്, ഒപ്റ്റോമെട്രി, മെഡിക്കൽ റെക്കോർഡ് സയൻസ്, ക്രിട്ടിക്കൽ കെയർ, ഡയാലിസിസ് ടെക്, ന്യൂക്ലിയർ മെഡിസിൻ, പ്രോസ്തെറ്റിക്, റേഡിയോഗ്രാഫി, റേഡിയോ തെറാപ്പി, മെഡിക്കൽ സോഷ്യോളജി, കാർഡിയോ പർമിനോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ന്യൂറോ ഇലക്ട്രോ ഫിസിയോളജി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി കെയർ, ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, കാർഡിയാക് ടെക്, റെസ്പിറേറ്ററി തെറാപ്പി, BBA ഹോസ്പിറ്റാലിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഈ കോഴ്സുകളെല്ലാം വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ ഗ്രൂപ്പ് എ സെക്ടറിൽ വരുന്ന കോഴ്സുകളാണ്. അപ്പോൾ ഈ കോഴ്സുകൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് എ സെക്ഷനിലാണ് MBBS അടക്കമുള്ള ഈ കോഴ്സുകളെല്ലാം വരുന്നത്. അപ്പോൾ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും 7 കോഴ്സിന് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി വരുന്നത് ഗ്രൂപ്പ് ബി സെക്ഷനാണ്. ഈ ഗ്രൂപ്പ് എയിൽ തന്നെയുള്ള MBBS കോഴ്സിന് വെല്ലൂർ മെഡിക്കൽ കോളേജ് ടോട്ടൽ 100 സീറ്റുകളാണുള്ളത്. ഇതിൽ 50% സീറ്റ് 50 സീറ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് കോട്ടയാണ്. ആ 50 സീറ്റിൽ 2 ഓപ്പൺ സീറ്റും 38 സീറ്റുകൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കുള്ളതും 10 സീറ്റ് CMC വെല്ലൂർ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫിന് മക്കൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതുമാണ്. ബാക്കി വരുന്ന 50 സീറ്റിൽ 20 സീറ്റുകൾ ക്രിസ്ത്യൻ കോട്ടായും ബാക്കി വരുന്ന 30 സീറ്റ് സർക്കാർ കോട്ടായുമാണ്, ഗവൺമെൻറ് കോട്ടായുമാണ്. ഈ മുഴുവൻ സീറ്റിലെയും സെലക്ഷൻ പ്രൊസീജിയർ നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ തന്നെ കോഴ്സുകളിൽ അടുത്ത സെക്ഷനാണ് ബി സെക്ഷൻ എന്ന് പറയുന്നത്. ബി സെക്ഷനിൽ വരുന്ന ഡിഫറെൻറ്റ് കോഴ്സസ് ഉണ്ട്. ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. ഡിപ്ലോമ കോഴ്സുകളിൽ തന്നെ ഡിഫറെൻറ്റ് കോഴ്സസ് ഉണ്ട്. അവിടെ നഴ്സിംഗ് കോഴ്സ് ഉൾപ്പെടെയുള്ള ഏകദേശം 25ഓളം ഡിഫറെൻറ്റ് കോഴ്സുകളുണ്ട്. അത് വെബ്സൈറ്റിലൂടെ നമുക്ക് ആ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം.
PG ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, MSc ബയോ സെക്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സുകളിലേക്കെല്ലാം അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീറ്റ് ത്രൂ അഡ്മിഷൻ കിട്ടുന്ന കോഴ്സസ് ആകട്ടെ, ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുന്ന കോഴ്സസ് ആവട്ടെ, ഏത് കോഴ്സിനും അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ 2024 മാർച്ച് 21 മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതിൽ ഏറ്റവും പ്രാധാന്യം ഗ്രൂപ്പ് ബിയിൽ വരുന്ന കോഴ്സസ് ആണ്. അതിന് മാർച്ച് 21 വരെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ബാക്കി വരുന്ന MBBS കോഴ്സിന് നമുക്ക് നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ സ്കോർ അപ്ലോഡ് ചെയ്താൽ മതി. ഇനി അതിനോടൊപ്പം തന്നെ ഗ്രൂപ്പ് എയിൽ വരുന്ന ബാക്കിയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത് പഠിച്ചതിന് ശേഷം മെഡിക്കൽ സെക്ടറിലെ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾക്കോ ഡിഫറൻറ്റ് കോഴ്സുകളിലേക്കോ MBBS കോഴ്സിനോ അതും തമിഴ്നാട്ടിലെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്കോ ഒരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും ഈ സമയം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. ഈ 21 വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സുകൾ മാർച്ച് 25 മുമ്പായി വെല്ലൂരിൻ്റെ ക്യാമ്പസിൽ പോസ്റ്റലായിട്ട് എത്തുകയും വേണം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യേണ്ട 21 ഡോക്യുമെന്റ്സുകൾ മാക്സിമം എത്തേണ്ട വെല്ലൂർ ക്യാമ്പസിൽ എത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് 25 ഇനി ഈ ക്യാമ്പസിൽ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സെക്ടറിലെ കോഴ്സുകൾ ഏതുമാവട്ടെ, തമിഴ്നാടിൻ്റെ മാത്രമല്ല ഓരോ സ്റ്റേറ്റിനും അതാത് സ്റ്റേറ്റിൻ്റെതായ ഓൺലൈൻ വഴി നാം അപ്ലൈ ചെയ്യണം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കർണാടകത്തിൽ MBBSൻ്റെയും BDSൻ്റെയും അതുപോലെ നഴ്സിംഗ് കോഴ്സുകൾക്കുമൊക്കെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള ആപ്ലിക്കേഷൻ കർണാടക ഗവൺമെൻറ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ വെല്ലൂർ മെഡിക്കൽ കോളേജാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കേരളത്തിലെ അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കാൻ, അത് മെഡിക്കൽ സെക്ടർ മാത്രമല്ല എഞ്ചിനീയറിംഗ് സെക്ടറിലെയും ഏതൊരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിലും കേരളത്തിലും നാം പ്രത്യേക ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതിന് ഇതുവരെ എൻട്രൻസ് കമ്മീഷൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഇതുപോലെ ഇന്ത്യ മുഴുവനുള്ള ഓരോ സ്റ്റേറ്റിലെയും മെഡിക്കൽ സെക്ടറിലെയും എഞ്ചിനീയറിംഗ് സെക്ടറിലെയും വിവിധ പ്രോഗ്രാമുകൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാനുള്ള സമയം കൃത്യമായി എൻട്രൻസ് കമ്മീഷൻ അറിയിക്കുന്നതിനനുസരിച്ച് ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും അവർ വിളിക്കുന്ന വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൃത്യമായി പേരൻസിലേക്കും കുട്ടികളിലേക്കും എത്തിക്കൊണ്ടേയിരിക്കും. ഇതിനോടൊപ്പം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനോട് തന്നെ സെയിം പാരലായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നാം എക്സാമിനേഷൻ വെറുതെ പോയാൽ പോരാ. അതിനോടൊപ്പം നാം എന്ത് ചെയ്യണം? പഠിക്കണം. പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്ക് ഏതാണ്? 11th-ൻ്റെയും 12th-ൻ്റെയും NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ആഴത്തിലുള്ള അറിവും അതിൽ എൻട്രൻസ് പരീക്ഷകൾക്കെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഓബ്ജക്റ്റീവായിട്ടാണ്. ഈ വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടും എല്ലാ എൻട്രൻസ് പരീക്ഷകൾക്കും നാം എക്സാമിനേഷൻ എഴുതേണ്ടത് എങ്ങനെയാണ്? ഓബ്ജക്റ്റീവാണ്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ആഴത്തിലുള്ള അറിവും ഓബ്ജക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ഒരു കഴിവും വളർത്തിയെടുക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി എൻട്രൻസ് എക്സാമിനേഷന് ജയിക്കുക. ഇവിടെയൊക്കെ ആൽഫ അക്കാഡമി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വിജയത്തിലേക്ക് നയിക്കുന്നുണ്ട്. കാരണം 2 ക്യാമ്പസാണ് ആൽഫയുടെ, ആൽഫ അക്കാഡമിയും ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളും. 10ാം ക്ലാസ് കഴിയുമ്പോൾ 11th 12th എൻട്രൻസിന് ഒരേപോലെ ട്രെയിനിങ്ങോടുകൂടി പഠിച്ചു പോകാവുന്ന ഏറ്റവും സിസ്റ്റമാറ്റിക്കായ കെയർ ലഭിക്കുന്ന ട്രെയിനിങ് ആണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ. അതിലുപരി +2 കഴിയുമ്പോൾ ഞാൻ അതിനോടൊപ്പം പ്രിപ്പയർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ക്രാഷ് കോഴ്സിലൂടെയോ ലോങ് ടൈമിലൂടെയോ 1 ഇയർ സ്പെൻഡ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ബാച്ചിലൂടെ ഒക്കെ പഠിക്കാനുള്ള ക്യാമ്പസാണ് ആൽഫ അക്കാഡമി. ഈ 2 ക്യാമ്പസിലൂടെയും നന്നായി പഠിച്ച് വിജയത്തിലേക്ക് എത്താൻ, പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി ഒരുങ്ങാൻ, മോഡൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ, ഇതിനോടൊപ്പം ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും അവർ ഏറ്റവും നല്ല ക്യാമ്പസുകൾ ലഭിക്കാനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിലും ഒക്കെ എന്ത് കാര്യങ്ങളും ആവട്ടെ, അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് ഓരോ രക്ഷിതാക്കൾക്കും വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താനും ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. പുതിയ ഒരു ക്യാമ്പസിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും ന്യൂസുമായി നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.